സുഹൃത്തുക്കളെ, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതായത് പൂക്കി മേനോന്റെ പുതിയ ഒരു പദ്ധതിയുമായിട്ട്, അതായത് പെൻഷൻ പദ്ധതി ബാങ്കിലേക്ക് മാറ്റുന്നു എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിരുന്നു. അതിന്റെ താഴെയുള്ള ഒരുപാട് കൊങ്ങികളുടെ കമന്റുകൾ, ഒരേ ഫാക്ടറിയിൽ നിന്ന് അടിച്ചിറക്കിയ മാരുടെ കമന്റുകൾ, കക്കാനല്ലേ മുക്കാനല്ലേ മുക്കാനല്ലേ കക്കാനല്ലേ, ഇത്തരത്തിലുള്ള കമന്റുകൾ മാത്രം, ഒരമ്മ പെറ്റ മക്കളെ പോലെ കൊങ്ങികളുടെ വൃത്തികെട്ട കമന്റുകൾ. ഞാനൊന്ന് ആലോചിക്കട്ടെ, ഈ കൊങ്ങികൾക്ക് ഇത്രയും പോലും ബുദ്ധിയില്ലേ? അതായത് വിവരമില്ലേ, ബുദ്ധിയില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഈ പാവപ്പെട്ടവരാണ് ഈ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നത്. ഇത് ബാങ്കിലേക്ക് മാറ്റിയാണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബാങ്ക് അക്കൗണ്ട് എടുക്കാത്ത ഒരുപാട് പാവപ്പെട്ടവരും കിടപ്പ് രോഗികളും ആളുകളുണ്ട്. ഇനി അവർക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിന് തന്നെ എന്തൊരു ചെലവാണ്. ഒരു ചെലവില്ല പറഞ്ഞു ചില കൊങ്ങികൾ. 100 രൂപ ചെലവുള്ളൂ, സീറോ ബാലൻസ് എടുത്താൽ മതി. പോക്ക് വരുമ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആര് തരും? ട്രാൻസാക്ഷൻ ചാർജ്. അതുമാതിരി എന്താ, ബാങ്കിലുള്ള ഒരു വീട്ടിൽ വന്നിട്ട് അക്കൗണ്ട് ചേർത്ത് തരുമോ? അപ്പോൾ അതിൽ പോക്ക് വരുമ്പോൾ ട്രാൻസാക്ഷൻ, ബാങ്കിങ് അക്കൗണ്ട് എടുക്കൽ വേണ്ട ഒരുപാട് ചെലവുകളുണ്ട്. അത് മാത്രമല്ല, ആ പൈസ ഇനി ATM കാർഡ് എടുത്തിട്ട് നമുക്ക് പിന്നീട് പൈസ എടുക്കണമെങ്കിൽ തന്നെ ATM ചാർജ് വർഷത്തിൽ അത് ഈടാക്കും. സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്താൽ പോലും ഒരു വർഷം കൂടുമ്പോൾ 500-600 വെച്ച് രൂപ ബാങ്കിൽ നിന്ന് അവർ പിടിക്കുകയും ചെയ്യും, സർവീസ് ചാർജ്. ഇതൊക്കെ നഷ്ടം തന്നെയാണ്. ഈ ഒരു പെൻഷന് വേണ്ടി ഈ പാവപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടി. പിന്നെ ആ പെൻഷൻ എടുക്കാൻ ചിലപ്പോൾ 2 മാസം എടുത്തില്ല എന്ന് പറഞ്ഞാൽ ആ പൈസ എടുക്കാൻ വേണ്ടി ബാങ്കിൽ പോയാൽ അത് മക്കളോ മരുമക്കളോ ആരെങ്കിലും ആയിരിക്കും എടുക്കണം. അപ്പോഴും അർഹതപ്പെട്ട ഈ പാവങ്ങളുടെ കയ്യിലേക്ക് അത് കിട്ടില്ല. അങ്ങനെ പെൻഷനൊക്കെ ബാങ്കിലേക്ക് മാറ്റിയ പാവങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ഈ പെൻഷൻ പൈസ കിട്ടിയതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ പെൻഷൻ തുക ബാങ്കിലേക്ക് മാറ്റിയതുകൊണ്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരൻ തന്നെയാണ്. അത് മനസ്സിലാക്കാത്ത ആളുകളാണോ നിങ്ങൾ ഈ കോൺഗ്രസ്സുകാർ? ഇതൊന്നും മനസ്സിലാക്കാത്ത ആളാണോ? ശരിക്കും സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ആദ്യം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യും. സാധാരണക്കാരൻ എന്തെന്ന് പോലും അറിയാത്ത നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ കമന്റ് ഇടുന്ന കൊങ്ങികൾക്ക് ബുദ്ധി പറഞ്ഞ സാധനം ഇല്ല എന്ന് തന്നെ ഞാൻ 100% ഉറപ്പിച്ച് പറയും. സാധാരണക്കാരന് ബാങ്കിൽ പോയി ക്യൂ നിന്ന് മേടിക്കണം എന്നുള്ളതുകൊണ്ടാണ്. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഓരോരുത്തരുടെയും കൈകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്ന യഥാർത്ഥം നിങ്ങൾ കൊണ്ടു കൊടുക്കൂ. നിങ്ങൾക്ക് എന്താ പണി? നിങ്ങളുണ്ടല്ലോ LDF ഭരണത്തിലിരുന്നപ്പോൾ DYFIക്കാരും അതുമാതിരി മറ്റുള്ള പ്രവർത്തകരും കൊടുത്തമാതിരി നിങ്ങളല്ല ഭരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കൂ. നിങ്ങളുടെ കയ്യിലും ആളുണ്ടല്ലോ, UDFന്റെ കയ്യിലും അതുമാതിരി യൂത്ത് കോൺഗ്രസിന്റെ മറ്റുള്ള സംഘടനകളുടെ നിങ്ങളുടെ ആൾക്കാരുണ്ടല്ലോ, കൊണ്ടുപോയി കൊടുക്കും. നിങ്ങൾക്കൊരു പണിയാകട്ടെ, നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കൂ. പാവങ്ങളുടെ കൈകളിൽ എത്തിക്കൂ. 1 രൂപ പോലും ചെലവില്ലാത്ത ഓരോ പാവപ്പെട്ടവരെയും കൈകളിലേക്ക് നിങ്ങൾ എത്തിക്കൂ. അപ്പം അറിയാം നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് എന്തെന്ന്. അത് ഞങ്ങൾ DYFIക്കാരും ഞങ്ങൾ ആൾക്കാരും ഇത്രയും കാലം കൊടുത്തത് വളരെ കൃത്യമായി പാവപ്പെട്ടവന്റെ കൈകളിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും കൃത്യമായി ബോധിച്ചിട്ടുമുണ്ട്. പിന്നെ വെറുതെ കമന്റ് ഇടാൻ വേണ്ടി കക്കലാണ് മുക്കലാണ് പൊക്കലാണെന്ന് പറഞ്ഞ ഓരോ കള്ളത്തരങ്ങളുമായി വരുന്നത് നിങ്ങളാണ്. പിന്നെ ഏറ്റവും വലിയ കള്ളന്മാർ നിങ്ങളാണ്. അതായത് പ്രളയകാലത്ത് കോടികൾ പിരിച്ചു, 300 വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ കോടികൾ പിരിച്ചു കോൺഗ്രസ്സുകാർ. അതിൻ്റെ ഒരു അഡ്രസ്സും ഇല്ല. എവിടെയോ ഒരു 2 ഏക്കർ സ്ഥലം വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ കല്ലിട്ടു എന്ന് പറഞ്ഞു. കല്ലുമില്ല, മണ്ണാങ്കട്ടയുമില്ല, സ്ഥലവുമില്ല, അതിന്റെ കണക്കുമില്ല. അതിന്റെ കണക്ക് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഇന്നത്തെ മുഖ്യമന്ത്രി, അതിനെക്കുറിച്ച് ചോദിച്ചാൽ പെപ്പേ പറയാണ്. ആ കണക്കുകൾ ഒന്നും അവതരിപ്പിച്ചില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ കൊണ്ടുപോയി മുക്കിയ കോടികളുടെ കണക്കുകൾ, വയനാട്ടിലുണ്ടായ ദുരന്തത്തിലുണ്ടായവർക്ക് വേണ്ടി പിരിച്ചിട്ടുള്ള ആ ആളുകളുടെ പണം, മരിച്ചുപോയവരുടെ പണം മുഴുവൻ തൂക്കിക്കൊണ്ടുപോയത് നിങ്ങൾ. അല്ലാതെ നിങ്ങൾ കൊണ്ടുപോയി ആ പാവപ്പെട്ട ആളുകൾ, മരണപ്പെട്ട ആളുകൾ, അവർക്കൊരു ഭവനം വെച്ചു കൊടുക്കാനുള്ള പൈസ മുഴുവൻ നിങ്ങൾ അതിന് കണക്കുമില്ല, ഒന്നുമില്ല. എന്താ അതിന്റെ അവസ്ഥ എന്ന് പോലും അറിയുന്നില്ല. ജനങ്ങൾ നിങ്ങളെ ശവന്തൂക്കികളെന്ന് വിളിക്കുന്നത് വെറുതെയല്ല. കാരണം മരിച്ചുപോയവരുടെ കുടുംബത്തിനുള്ള സഹായം കിട്ടേണ്ട ഫണ്ടും പണവും, ഭവന നിർമ്മാണം വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ പണവും എല്ലാം നിങ്ങൾ കൊണ്ടുപോയി. പക്ഷെ അതിന്റെ ഒരു രേഖകളോ ഒരു കണക്കോ ഇപ്പോൾ പറയുന്നേ ഇല്ല. അത് ആദ്യം വരട്ടെ, നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം.